പെരുമ്പാവൂരിൽ കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ച് യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്തുവെന്ന് പരാതി. യുവാക്കളെ മർദ്ദിച്ച് തല മൊട്ടയടിച്ചു, മുറിയിലടച്ച് വസ്ത്രങ്ങൾ അഴിച്ചു എന്നും പരാതിയിൽ പറയുന്നു. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങളുമായുള്ളത്. സ്നേഹ, പെരുമ്പാവൂരിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി തന്നെയാണ് അവിടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. അതേസമയം തന്നെ അവിടെ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുക എന്നതല്ലല്ലോ ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. ലഹരി വിമുക്തമാക്കുക, അത്തരം ആളുകളെ കണ്ടെത്തുക എന്താണല്ലോ. ഇപ്പോൾ ആൾക്കൂട്ട വിചാരണയുടെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയോ, അതോ ഇത് പരാതി മാത്രമാണോ? പെരുമ്പാവൂർ പോലീസിന് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് പെരുമ്പാവൂരിൽ തന്നെ താമസിക്കുന്ന 3 യുവാക്കളാണ്. ആൽബി, ഗോകുൽ, അൽഫാസ്, അങ്ങനെ 3 പേരാണ്. ഇവർ പെരുമ്പാവൂർ സ്വദേശികൾ തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സോഡ ഫാക്ടറി ഉണ്ട്. കണ്ടത്തറയിലാണ് ഈ സോഡ ഫാക്ടറി. അപ്പോൾ ഇവിടെ ഒഴിവ് വന്നതിനെ തുടർന്ന് സോഡ ഫാക്ടറിയിലെ സൂപ്പർവൈസർ പറഞ്ഞത് പ്രകാരം ഇവർ കഴിഞ്ഞ ദിവസം ജോലിക്കായി എത്തിയതായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ജോലിക്കായി സോഡ ഫാക്ടറിയുടെ മുന്നിലെത്തിയപ്പോൾ ഒരു 6 അംഗ സംഘം എത്തി. ആദ്യം ഇവരുടെ ബൈക്കിന്റെ താക്കോൽ ഊരിമാറ്റി. കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്ന് ചോദിച്ചു. കഞ്ചാവ് വിൽപ്പനക്കാരല്ല എന്ന് പറഞ്ഞിട്ടും ഇവരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബന്ധുക്കളെ അടക്കം വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഇവരുടെ ഫോൺ അടക്കം ഈ സംഘം പിടിച്ചു വെക്കുകയും ചെയ്തു. തുടർന്ന് ഈ നടു റോഡിൽ മുട്ടുകുനിച്ച് നിർത്തി തല മൊട്ടയടിച്ചു എന്നതാണ് പരാതി. അതിനുശേഷം ഫാക്ടറിയിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരെ പൂട്ടിയിട്ട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി മർദ്ദിക്കുകയും ചെയ്തു. ശേഷം അവിടെ നിന്നും അവരെ ഓടിക്കുകയും ചെയ്തു ഈ സംഘം എന്നാണ് പറയുന്നത്. ഈ യുവാക്കൾ ബന്ധുക്കളെയും കൂട്ടി പിന്നീട് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ മർദ്ദിച്ച സംഘവും മർദ്ദനമേറ്റ സംഘവും തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നത് കാര്യം ഉറപ്പാണ്. കാരണം ഈ സംഘമെല്ലാം തന്നെ പെരുമ്പാവൂരിൽ താമസിക്കുന്ന ആളുകളാണ്. ഇനി മുൻകൂട്ടി നേരത്തെ തന്നെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ തർക്കം ഉണ്ടായിരുന്നോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇവർ ഈ 3 പേരെ തൊഴിലാളികളായിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന്റെ ഗൗരവം കുറെ കൂടി വലുതാകുമായിരുന്നു. ഇതിപ്പോൾ അവിടെ തന്നെയുള്ള ആളുകളായതുകൊണ്ട് എങ്കിലും ആ സംഭവത്തിന്റെ ഗൗരവം അങ്ങനെ തീരെ ഇല്ലാതാകുന്നുമില്ല. ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. ഇത് ഓപ്പറേഷൻ തൂഫാന്റെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു ശ്രമമെന്ന് പോലീസിന് സംശയമുണ്ടോ? മുൻവൈരാഗ്യം തീർക്കാൻ ലഹരിവേട്ട എന്ന നിലയിൽ ആൾക്കൂട്ടം സംഘടിച്ചെത്തി അല്ലെങ്കിൽ ഗുണ്ടകളെത്തി മർദ്ദിച്ചു, മുട്ടയടിച്ചു എന്നതാണോ? പോലീസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിഗമനത്തിലേക്ക് പ്രാഥമികമായി എത്താൻ കഴിയുന്നുണ്ടോ? മുൻവൈരാഗ്യമുണ്ടോ എന്നൊരു കാര്യം പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും ഈ മർദ്ദിച്ചവരും മർദ്ദനമേറ്റവരും പെരുമ്പാവൂർ സ്വദേശികളാണ്. തൊഴിൽ തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ എന്നതടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ മർദ്ദനമേറ്റ യുവാക്കൾ പറയുന്നത് സമീപത്ത് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുവരെയും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോലി ഒഴിവിനെ തുടർന്ന്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇത്തരത്തിൽ ഈ സോഡ ഫാക്ടറിയിൽ ബഹുഭൂരിപക്ഷവും ജോലി ചെയ്തിരുന്നപ്പോൾ ഇവരുടെ ഒരു ഒഴിവ് വന്നതിനെ തുടർന്നാണ് ഈ 3 യുവാക്കൾ ജോലി തേടി ഈ സ്ഥലത്തെത്തിയതും തുടർന്ന് ഇവർ ഫാക്ടറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് മർദ്ദനമേൽക്കേണ്ടി വരികയും ചെയ്തത്. ഈ സംഭവം നടന്ന സമയത്ത് സൂപ്പർവൈസർ അവരുടെ ഫാക്ടറിയിൽ ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സൂപ്പർവൈസറെ ആ സമയത്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയതോ അല്ലെങ്കിൽ ഈ സംഘം പറഞ്ഞു വിട്ടതാണോ എന്ന കാര്യമൊക്കെ അടക്കം അന്വേഷിക്കുന്നുണ്ട്. തൊഴിൽ തർക്കം ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിച്ചു വരുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരാൾക്കൂട്ട വിചാരണ നടത്തി തല മുട്ടയടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അത് നിയമലംഘനമാണ് എന്ന് തന്നെയാണ്. അതീവ ഗൗരവതരമായ സംഭവമാണ്. ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. നേരിട്ട് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തിയതാണ്. ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നു. പോലീസിന്റെ ഭാഗത്തുള്ള പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ആ പദ്ധതിയെ മറയാക്കിക്കൊണ്ട് പകവീട്ടലാണോ അവിടെ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ സംശയം. എന്താണ് സ്നേഹമോൾ നൈനാൻ റിപ്പോർട്ട് ചെയ്യുന്നത്?